എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവർക്കും ഒരു ബ്ലെസ്സഡ് 2025 ഞാൻ നേരിടുന്നു. കഴിഞ്ഞ വർഷത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതിരുന്നിട്ടില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും, ദൈവം വിശ്വസ്തനായിരുന്നു. മുൻപോട്ട് നോക്കുമ്പോഴും വിശ്വാസത്തോടെ നമുക്ക് പറയാൻ സാധിക്കും, ദൈവം നമ്മൾക്ക് വേണ്ടി വിശ്വസ്തനായിരിക്കും. ഹല്ലേലൂയ. എന്നെ ബലപ്പെടുത്തിയ ഒരു ഭാഗം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മൾ വായിക്കുന്ന 2 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിലാണ്. നമ്മൾക്ക് മിക്ക ആൾക്കാർക്കും ശൂനേംകാരത്തി സ്ത്രീയുടെ കഥ അറിയാം. ആ സ്ത്രീയാണ് ഏലീഷ പ്രവാചകന് വേണ്ടി ഒരു മാളിക മുറി അവളുടെ വീടിൻ്റെ മുകളിൽ ഉണ്ടാക്കി ഒരു ബെഡും ഒരു കട്ടിലും ഒരു കസേരയും ഒക്കെ വെച്ച് ഒരു വിളക്കും ഒക്കെ വെച്ച് എപ്പോഴൊക്കെ ഏലീഷ പ്രവാചകൻ അതുവഴി പോകുമോ അന്നേരം എല്ലാം ഒരു ബ്രേക്ക് എടുത്ത് അവിടെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത സ്ത്രീ. അതിനുശേഷം പ്രവാചകൻ അവളോട് പ്രവചിച്ചു പറയുന്നു, അടുത്ത വർഷം നിനക്കൊരു കുഞ്ഞുണ്ടാവും. ആ പ്രവചനം നിറവേറുന്നു, അവൾക്കൊരു കുഞ്ഞുണ്ടാവുന്നു. ആ പൈതൽ ഒരു അല്പം വലുതാവുമ്പോൾ അവൻ സിക്കായിട്ട് അവൻ മരിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഏലീഷ പ്രവാചകൻ അവനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ ആ സ്ത്രീയോട് ഏലീഷ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമാണ്. അവളോട് പറയാണ്, 7 വർഷത്തേക്കിനും ഈ വരുന്ന 7 വർഷം ഇസ്രായേലിൽ വലിയ ക്ഷാമം ഉണ്ടാകാൻ പോകുകയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീയും നിൻ്റെ കുടുംബവും ഉള്ളതെല്ലാം വിട്ടേച്ച് ഇവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോകുക. 2-ാം വാക്യം എത്തുമ്പോൾ തന്നെ ആ സ്ത്രീ പ്രവാചകൻ പറയുന്നത് അനുസരിക്കുന്നു. അവൾ ഫിലിസ്ത്യ ദേശത്ത് 7 വർഷം പോയി താമസിക്കുന്നു. 3-ാം വാക്യത്തിൽ അവൾ 7 വർഷം കഴിഞ്ഞ് അവൾ തിരിച്ചു വരുമ്പോൾ അവൾ വന്ന് നോക്കുമ്പോൾ അവളുടെ വീടില്ല, അവളുടെ പ്രോപ്പർട്ടി ഇല്ല. എവിടെ പോയി നമ്മൾക്കറിയത്തില്ല, ആരോ എടുത്തു. ചിലപ്പോൾ ഗവൺമെൻറ് തന്നെയാകാം എടുത്തത്. ഏതായാലും 3-ാം വാക്യത്തിൽ ആ സ്ത്രീ ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ പോയി രാജാവിനോട് എനിക്ക് അവകാശപ്പെട്ട എൻ്റെ വീട് ഞാൻ തിരിച്ചു ചോദിക്കും. അപ്പോൾ അതിൻ്റെ അടുത്ത വാക്യം തൊട്ട് വളരെ രസകരമായ കുറച്ച് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. 4-ാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ രാജാവിന് ഒരിക്കലും ഇല്ലാത്ത ഒരു ആഗ്രഹം, ഒരു രാജാവിനും ഒരിക്കലും തോന്നാത്ത രീതിയിലുള്ള ഒരു ആഗ്രഹം കൂടിയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്, ഏലീഷ പ്രവാചകൻ്റെ വലിയ വലിയ പ്രവൃത്തികൾ കഥകളെല്ലാം എനിക്ക് കേൾക്കണം. അതിനായിട്ട് അദ്ദേഹം വിളിച്ചു വരുത്തിയ ആരെയാണെന്ന് ശ്രദ്ധിച്ചോ? അവിടെ എഴുതിയിരിക്കുന്നത് ഗേഹസിയെ വിളിച്ചു വരുത്തി. ഇതെന്നെ വളരെ ചിന്തിപ്പിച്ചു. കാരണം എന്തെന്നറിയോ? ഈ ഗേഹസി ഒരിക്കൽ ഏലീഷ പ്രവാചകൻ്റെ ദാസനായിരുന്നു, ശരിയാ. പക്ഷേ ഇപ്പോൾ ഏലീഷയുടെ ദാസനാണോ? 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, ഇതിന് മുമ്പ് 2-3 അധ്യായങ്ങൾക്ക് മുമ്പ് 5-ാം അധ്യായത്തിൽ ഈ ഗേഹസിക്ക് ഒരു കുഷ്ഠരോഗം വരുവാണ്. നയമാൻ്റെ പുറകെ പോയി നയമാൻ്റെ ഗിഫ്റ്റുകൾ മേടിക്കുന്ന കൂട്ടത്തിൽ നയമാൻ്റെ കുഷ്ഠരോഗവും കൂടെ മേടിച്ചുകൊണ്ട് വന്ന ആളാണ് ഈ ഗേഹസി. അപ്പോൾ നിയമം അനുസരിച്ച്, ഈ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച്, നിയമപ്രകാരം, ന്യായപ്രമാണപ്രകാരം ഒരു കുഷ്ഠരോഗിയുടെ സ്ഥാനം എന്ന് പറയുന്നത് പാളയത്തിന് വെളിയിലാണ്. നമ്മൾക്കറിയാം, പാളയത്തിന് പുറത്ത്. മിരിയാമിന് കുഷ്ഠരോഗം വന്നപ്പോൾ അവർ പാളയത്തിന് പുറത്ത് മിരിയാമിനെ ആക്കിയെങ്കിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ 4 കുഷ്ഠരോഗികളെ കുറിച്ച് വായിക്കുന്ന അവർ പട്ടണവാതിക്കൽ പുറത്താണ്. അപ്പോൾ മിക്കവാറും ഗേഹസി പട്ടണവാതിലിൻ്റെ പുറത്തായിരുന്നായിരിക്കാം, നമുക്കറിയത്തില്ല. പക്ഷേ ഈ രാജാവിൻ്റെ നിർബന്ധം. എൻ്റെ ചോദ്യം ഇതാണ്, ഏലീഷയുടെ കഥകൾ കേൾക്കണേ, ഏലീഷ തന്നെ വിളിച്ചാൽ പോരെയോ? പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ രാജാവ് ഒരു ദുഷ്ടനായ രാജാവാണ്, ഏലീഷ ഒരു അഭിഷക്തനാണ്. ദുഷ്ടന്മാർക്ക് അഭിഷക്തന്മാരുടെ കണ്ണിൽ നോക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാജാവ് പറയാ, ഏലീഷയൊന്നും എനിക്ക് വിളിക്കണ്ട, എനിക്ക് ഗേഹസിയെ തന്നെ വേണം. രാജാവിൻ്റെ കൊട്ടാരം മുഴുവനും ഡിഫൈലായി പോകും നിയമപ്രകാരം. അതൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല. അങ്ങനെ ഗേഹസിയെ വരുത്തുന്നു. ഇതിനകത്തെല്ലാം ദൈവത്തിൻ്റെ ഒരു വലിയ കരം നമ്മൾക്ക് കാണാൻ സാധിക്കും. കാരണം ദൈവത്തിൻ്റെ മകള് അവൾക്ക് അവകാശപ്പെട്ടത് ചോദിക്കാൻ വേണ്ടി ഇവിടുന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ രാജാവ് ഇവിടെ ഒരു കുഷ്ഠരോഗിയെ കൊട്ടാരത്തിനകത്തേക്ക് വരുന്നു. ഇവിടെ ആ കൊട്ടാരത്തിനകത്ത് നടക്കുന്ന ആ ഒരു ബഹളം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഒരു കുഷ്ഠരോഗി കൊട്ടാരത്തിലേക്ക് വരുമ്പോഴത്തേന് കൊട്ടാരത്തിലെ ഓഫീഷ്യൽസ് എല്ലാം കൂടെ സാനിറ്റൈസർ എല്ലാം പിടിച്ചുകൊണ്ട്, സോപ്പും ഡെറ്റോളും ഒക്കെ പിടിച്ചുകൊണ്ട് ഓടി നടക്കുക. അപ്പോൾ എന്തിനാ? എല്ലാം ദൈവത്തിൻ്റെ ഈ പൈതലിന് വേണ്ടി ദൈവം എല്ലാം ഒരുക്കുകയാണ്. ഇവളിങ്ങനെ നടന്ന് ആ കൊട്ടാരത്തിൻ്റെ ആ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കിനും ഗേഹസി കഥകളെല്ലാം പറഞ്ഞ് ഇവളുടെ കഥ പറയാൻ തുടങ്ങി. ഇവളുടെ കുഞ്ഞിനെ
ഏലീഷ പ്രവാചകൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച കഥ പറഞ്ഞ് തീരുവേം ഇവൾ ആ കഥകളെല്ലാം ക്രോസ് ചെയ്ത് രാജാവ് ഇരിക്കുന്നിടത്തേക്ക് പ്രവേശിച്ചു. ഇവൾ അതിലേക്ക് പ്രവേശിക്കുകയും ഗേഹസി നോക്കിയിട്ട്, അയ്യോ രാജാവേ, ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആ കഥയിലെ ആ സ്ത്രീ ഈ സ്ത്രീയാണ്, ഈ സ്ത്രീയുടെ മകനെയാണ് ഏലീഷ ഉയർത്തെഴുന്നേൽപ്പിച്ച്. ഉടനെ രാജാവ് ചോദിക്കുന്നു, അതെയോ, നേരോ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അതെ, ഇതെല്ലാം ശരിയാണ്. കഥകളെല്ലാം പറയുന്നു. അവസാനം പറയുന്നു, രാജാവേ, ഞാൻ വന്നത് ഈ ഒരു വിഷയത്തിന് വേണ്ടിയാണ്. 6-ാം വാക്യം, ഞാൻ 6-ാം വാക്യം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ഹി അസൈൻഡ് ആൻ ഒഫീഷ്യൽ ടു ഹർ കേസ്. ഞാനത് മലയാളത്തിൽ വായിക്കുന്നു. രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ, കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ അവൾക്ക് വേണ്ടി അങ്ങ് നിയമിച്ചു. അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇതുവരെയുള്ള നിലത്തിൻ്റെ ആദായവും അവൾക്ക് കൊടുപ്പിക്കണം എന്ന് കൽപ്പിച്ചു. രാജാവ് അങ്ങ് കൽപ്പിച്ചു, ഒരു ഉദ്യോഗസ്ഥനെ അവളുടെ കേസിന് വേണ്ടി അങ്ങ് ആക്കി. ഈ രാജാവ് വലിയ ദയുള്ള രാജാവൊന്നുമല്ല കേട്ടോ. ഈ രാജാവ് ഒരു ദുഷ്ടനായ രാജാവാണ്. ആ ദുഷ്ടനായ ആഹാബിൻ്റെ മെസബേലിൻ്റെ മകനാണ് ഈ രാജാവ്. ആ രാജാവിനെയും കൊണ്ട് നമ്മുടെ സ്വർഗസ്ഥനായ അപ്പന് അതുപോലത്തെ ഒരു കാര്യം ചെയ്യാമെങ്കിൽ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ രാജാക്കന്മാരുടെ രാജാവായിരിക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ അപ്പൻ, അവൻ്റെ കൊട്ടാരത്തിലെ ഒരു ഒഫീഷ്യലായിരിക്കുന്ന ഒരു ദൈവദൂതനെ നമ്മളുടെ കേസിന് വേണ്ടി അസൈൻ ചെയ്യാൻ സാധിക്കത്തില്ലയോ? സാധിക്കും. അവനത് ചെയ്യും. നിങ്ങളുടെ കേസിന് വേണ്ടി, നിങ്ങൾക്കറിയുന്ന വിഷയത്തിന് വേണ്ടി, എൻ്റെ കേസിന് വേണ്ടി ദൈവം അവൻ്റെ ദൈവദൂതനായിരിക്കുന്ന അവൻ്റെ കൊട്ടാരത്തിലെ ഒഫീഷ്യലിനെ അസൈൻ ചെയ്താക്കിയിരിക്കുകയാണ്. ആ ദൈവദൂതൻ വന്ന് എന്തിനാണെന്നറിയോ? അവൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം അവൾക്ക് തിരിച്ചു കൊടുക്കാൻ. ഒരു കംപ്ലീറ്റ് റെസ്റ്റോറേഷൻ 2025 ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയോ? നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചോ? ആ ടൈമിങ് ശ്രദ്ധിച്ചോ? ആ രാജാവിൻ്റെ ഹൃദയത്തിലുണ്ടായ ഒരിക്കലും ഉണ്ടാകാത്ത ആഗ്രഹങ്ങളൊക്കെ ശ്രദ്ധിച്ചോ? കാരണം ദൈവവചനം പറയുന്നുണ്ട്, മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്സ്. എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവവചനം പറയുന്ന ഒരു രാജാക്കന്മാരുടെ ഹൃദയം നമ്മുടെ അപ്പൻ്റെ കയ്യിലായിരിക്കുന്നത്. അവന് ഇഷ്ടമുള്ളിടത്തേക്ക് അവനൊരു നീർത്തോട് പോലെ അതിനെ തിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും അറിയുന്ന നമ്മുടെ അപ്പനെയാണ് നമ്മൾ സേവിക്കുന്നത്. ഈ 2025 കഴിഞ്ഞു പോയ കാലങ്ങളിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു ദൈവം തരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഇയർ ഓഫ് റെസ്റ്റോറേഷൻ ആൻഡ് ഇയർ ഓഫ് അബൻഡൻറ്റ് ബ്ലെസ്സിങ്സ് ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു.